ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ ബംഗാളിലെത്തി സിനിമാ സ്റ്റൈലിൽ പിടികൂടി കേരള പോലീസ്. 51 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലെ മുഖ്യപ്രതി അസ്ലം ഷൈഖിനെയാണ് പിടികൂടിയത്. മൂന്നാമത്തെ ആളെയാണ് പശ്ചിമ ബംഗാളിലെത്തി പോലീസ് പിടികൂടിയത്. സഹിൻ ആന്റണി വിവരങ്ങളുമായി നമുക്കൊപ്പം ഉണ്ട്. സഹിൻ, എങ്ങനെയായിരുന്നു പോലീസിന്റെ നീക്കം? സേതു, അത് സിനിമാ ശൈലിയിൽ തന്നെയായിരുന്നു പോലീസ് ഈ പ്രദേശത്തെത്തിയത്. പ്രത്യേകിച്ചും പശ്ചിമ ബംഗാളിലെ ജലങ്കി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ് ഇയാൾ പിടിയിലാവുന്നത്. നേരത്തെ ലഹങ്കി പോലീസ്, പശ്ചിമ ബംഗാളിലെ ലഹങ്കി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സ്ഥലം. ഇവിടെ പ്രത്യേകിച്ചും ക്രിമിനലുകൾ മാത്രം താമസിക്കുന്ന ഒരിടം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ നടത്തി ഇവിടെ കേരളത്തിൽ നിന്നെല്ലാം നാട്ടിലേക്ക് എത്തുന്ന, പശ്ചിമ ബംഗാളിലെത്തുന്ന ആളുകൾ അവർ കൂട്ടമായി താമസിക്കുന്ന ഒരിടമാണ്. അവിടെ കയറിയാണ് ഈ പോലീസ് ഈ അസ്ലം ഷെയ്ഖിനെ പിടികൂടിയത്. ഇയാൾ 51 കിലോ കഞ്ചാവ് നേരത്തെ ഈ വാഴക്കുളം, തെക്കേ വാഴക്കുളത്ത് വാടക വീട്ടിൽ ഒളിപ്പിച്ച് വെച്ച കേസിലെ പ്രതിയാണ്. അതിൽ അന്ന് അസ്ലം ഷെയ്ഖ് എന്ന് പറയുന്ന ഒരാൾ പിടിയിലായിരുന്നു. പിന്നീട് മറ്റൊരാൾ കൂടി പിടിയിലായിരുന്നു. മൂന്നാമത്തെ ആളാണ് ഈ അസ്ലം ഷെയ്ഖ്. ഈ അസ്ലം ഷെയ്ഖ് അന്ന് കുറ്റകൃത്യത്തിൽ 2 പേർ പിടിയിലായതോടുകൂടി ഒളിവിൽ പോവുകയായിരുന്നു. പിന്നീട് പോലീസ് അന്വേഷണം നടത്തുകയും ഇയാൾ ഈ ജലഹി പ്രദേശത്തുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. എന്നാൽ അവിടെ കയറി ഇയാളെ പിടികൂടുക അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. സാഹസികമായി തന്നെ പോലീസ് അതിനകത്ത് കടന്നുകൂടുകയായിരുന്നു. പെരുമ്പാവൂർ പോലീസ് ശക്തമായ നീക്കത്തിലൂടെ ഇയാളെ കേരളത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇന്ന് ഇയാളെ ചോദ്യം ചെയ്ത് വൈകുന്നേരത്തോടുകൂടി ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സേതു. ഓക്കെ സഹിൻ.